നമസ്കാരം, ഞാൻ ഡോക്ടർ അമ്പിളി ശ്രീനിവാസ്. എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് ഗ്ലോയിലേക്ക് സ്വാഗതം. ബ്ലൂ ടീ എന്ന മാജിക് വാട്ടർ ശരീരത്തിന് എങ്ങനെ ഗുണം ചെയ്യുന്നു? ബ്ലൂ ടീ അഥവാ നീല ചായ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നിയില്ലേ? എന്താ ഈ സാധനം? സാധാരണ ചായ, കാപ്പി, ഗ്രീൻ ടീ, നെസ്കഫേ എന്നിങ്ങനെ പലതും കേട്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ നീല ചായ അതൊരു വെറൈറ്റിയാണ്. ശംഖുപുഷ്പത്തിൻ്റെ ചായ, അതാണ് ബ്ലൂ ടീ. ഔഷധ ഗുണങ്ങളുടെ കലവറയായ ഈ ചായയെക്കുറിച്ച് കൂടുതൽ അറിയാം. നീലപുഷ്പവും വെള്ളപുഷ്പവുമാണ് സാധാരണയായി ഈ ചെടിയിൽ കാണുന്നത്. നമ്മുടെ പാടത്തും തൊടിയിലും മുറ്റത്തുമൊക്കെ ധാരാളമായി കാണുന്ന പടർന്ന് പന്തലിച്ച ഒരു വള്ളിച്ചെടിയാണ് ശംഖുപുഷ്പം. അലങ്കാര ചെടിയായി വളർത്തുന്ന ഇവ ഏറെ ഔഷധ ഗുണമുള്ളതാണ്. നീലപുഷ്പം ഉപയോഗിച്ചാണ് ഈ ചായ തയ്യാറാക്കുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വാത, പിത്ത, കഫരോഗത്തെ ശമിപ്പിക്കുന്നു. കാഴ്ചയിൽ സുന്ദരിയാണിവൾ. അധികം പരിചരണം ഒന്നും വേണ്ട ഇത് വളരാൻ. ഇതിൻ്റെ പൂവ് മാത്രമല്ല, വേരും ഉപയോഗിക്കുന്നതാണ്. ആരോഗ്യകരമായ ഗുണങ്ങളാൽ സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഈ ചായക്കുള്ളത്. ഇതിൽ കഫീൻ രഹിതമാണ്. ധാരാളം ആളുകൾ ഇപ്പോൾ ഈ ചായ ഉപയോഗിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും മികച്ച ഉറക്കം കിട്ടാനും ഒരു നല്ല പരിഹാര മാർഗമാണ് ഈ നീല ചായ. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദരോഗം എന്നിവയ്ക്ക് വളരെ നല്ലതാണ്. ചെറിയ കുട്ടികൾക്ക് ബുദ്ധിശക്തിയും ധാരണാശക്തിയും വർദ്ധിക്കാൻ വളരെ നല്ലതാണ്. ഗർഭാശയത്തിൽ നിന്നുള്ള രക്തസ്രാവം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിൻ്റെ ഇല കഷായം വെച്ചാൽ വ്രണങ്ങൾ കഴുകാൻ ഉപയോഗിക്കാം. ശരീരബലം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. സ്ഥിരമായി നീല ചായ കുടിക്കുന്നവരിൽ ശരീരഭാരം കുറയുന്നതായി കാണപ്പെടുന്നു. ഈ ചായയിൽ പഞ്ചസാര വേണ്ട, ചെറിയ മധുരമുണ്ട്. മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. ഇത് പ്രകൃതിദത്തമായ വേദന സംഹാരി കൂടിയാണ്. ചർമ്മകാന്തിക്ക് വളരെ നല്ലതാണ്. ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. മുടി വളർച്ചയ്ക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഹൃദയത്തിനും തലച്ചോറിനും നല്ലതാണ് ഈ ചായ. നല്ല രുചിയും മണമുള്ള ഈ ചായ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. 3 മാസം കൊണ്ട് 10 കിലോ വരെ കുറഞ്ഞവരുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. അപ്പോൾ ബ്ലൂ ടീ ട്രൈ ചെയ്യല്ലേ? എന്നിട്ട് കമൻസ് ഒക്കെ എന്നെ അറിയിക്കണം കേട്ടോ. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായി വീണ്ടും കാണാം.